അരികത്തു വളയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി മിന്നു കെട്ടിനപ്പോ ഒരു എന്താ കൃഷ്ണേട്ടാ പതിവില്ലാത്തൊരു സന്തോഷം? ഒന്നുമില്ല മോളെ, രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ ചെറിയൊരു പാട്ടൊക്കെ പാടുന്ന ഒരു രസല്ലേ? പിന്നെ അങ്ങനെ വീണ്ടും കായലരികത്ത് വളയെറിഞ്ഞപ്പോ ഗാനമേളയൊക്കെ കൃഷ്ണേട്ടൻ നന്നായിട്ട് പാടും ചേച്ചി. ആണോ? എങ്കിൽ നല്ലൊരു പാട്ട് പാടി കൃഷ്ണേട്ടാ, ഞാനും കൂടി കേക്കട്ടെ. പാട്ട് കേൾക്കണോ? ശരി. മോളെ, കൃഷ്ണേട്ടന് പഴയ പാട്ടേ അറിയുള്ളൂ, പുതിയത് അറിയില്ല. മതിയോ? ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. ഉന്മാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. മോളെ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഉണ്ട് ചേച്ചി, മദ്യത്തിന്റെ മണോ. ഇതിന്ന് തുടങ്ങി 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. കൃഷ്ണേട്ടന് നല്ല മാറ്റമുണ്ട്. ചേച്ചിയുടെ കാര്യം പറഞ്ഞോ? ഇല്ല. പറയണം, ചേച്ചി അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നോ? കൃഷ്ണേട്ടാ, എന്താ ഇത്? എന്ത്? ഞാൻ എന്തായി കാണുന്നേന്ന്? ഇതോ? ഇത് മദ്യം. എന്ന് തുടങ്ങി ഈ ശീലം? ഞാനോ 15ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. 10-25 കൊല്ലം നിർത്താതെ കുടിച്ചു മടുത്തപ്പോ നിർത്തി. പിന്നെ ഇപ്പൊ വീണ്ടും തുടങ്ങി. കൃഷ്ണേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ ഇങ്ങനെ ഒരു ദുശീലം തുടങ്ങിയത് എന്തിനാ? അതൊരു രസല്ലേ? കൃഷ്ണേട്ടാ, ഇതിവിടെ നടക്കില്ല. അച്ഛൻ പോലും കുടി നിർത്തുന്നതിന് മുമ്പ് പഞ്ചരത്നത്തിന്റെ പടി കയറിയിട്ടില്ല. എന്നിട്ടാണോ കൃഷ്ണേട്ടൻ ഇവിടെ വന്നിരുന്ന് കുടിക്കുന്നത്? അമൃതമോളെ, കാര്യമൊക്കെ കൊള്ളാം. മോളോട് എനിക്ക് നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത്തരം പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ നടക്കില്ല. എങ്കിലും എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ. അതുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ കൂലിപ്പണി ചെയ്യുന്നവന് കൂലിയോ ഇല്ല. എന്നിട്ട് 2 പേർക്ക് അടിക്കാന്ന് വെച്ചാ അത് സമ്മതിക്കൂലേ? ദേ നോക്ക്, നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുതലാളിയായിരിക്കാം, പക്ഷേ എന്റെ മോളൊന്നും അല്ലല്ലോ. കൃഷ്ണേട്ടാ, എന്താ ഇങ്ങനെ? ഇനി കൃഷ്ണേട്ടൻ ഇങ്ങനെയാ. പഴയ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ട്. പാവം, അവൾക്ക് എന്തറിയാം? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.